ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഇൻഡക്ഷൻ സീലറിൽ ഗ്ലാസ് ബോട്ടിൽസ് സീൽ ചെയ്യുക എന്നുള്ളത്. നോർമലി ഇൻഡക്ഷൻ സീലറിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക് ക്യാപ്ഡ് ബോട്ടിൽസാണ് ചെയ്യാൻ പറ്റുന്നത്. ഗ്ലാസ് ബോട്ടിൽസ് വരുമ്പോൾ അതിനകത്ത് എല്ലാം മെറ്റൽ ക്യാപ്പാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഈ മെറ്റൽ ക്യാപ്പ് ഉപയോഗിച്ച് ഇൻഡക്ഷൻ സീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സീലറിൽ മെറ്റൽ ക്യാപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ തരുന്നത്. ഇൻഡക്ഷൻ സീലറിൽ ഒരിക്കലും നമുക്ക് മെറ്റൽ ക്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ സീലറിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഹീറ്റാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഇൻഡക്ഷൻ പ്രോസസ്സ് വഴിയാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊരു മെറ്റൽ സർഫസ് ആയതുകൊണ്ട് ഇതിനുള്ള ഫോയിൽ ഹീറ്റ് ആവുന്നതിന് മുമ്പേ നമ്മളുടെ ഈ പുറത്തുള്ള ക്യാപ്പ് ഹീറ്റായി ബൾജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ഡാമേജ് ആവാം, ക്യാപ്പ് ഡാമേജ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളുള്ളതുകൊണ്ട് മെറ്റൽ ക്യാപ്പ് ഒരിക്കലും നമുക്ക് ഇൻഡക്ഷൻ സീലർ പ്രോസസ്സ് വഴി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതെങ്ങനെയാണ് മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളുടെ പ്രോഡക്ട്സിൽ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മളുടെ ഈ ക്യാപ്പിനെ, ഇപ്പോൾ നമ്മൾ ഈ വരുന്ന മെറ്റൽ ക്യാപ്പിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സീൽ ചെയ്യാനായിട്ട് അതേ അളവിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതുപോലെ നമ്മളുടെ ആവശ്യമുള്ള പ്രോഡക്ട്സ് എടുത്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളിതുപോലെ പ്ലാസ്റ്റിക് ക്യാപ്പുകൾ ഓരോ ബാച്ച് വൈസ്, ഇപ്പോൾ നമ്മളൊരു 10 or 100 ഇതേപോലത്തെ ക്യാപ്പ് മേടിച്ച് വെച്ച് ഓരോ ബാച്ച് വൈസായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ക്യാപ്പ് എടുക്കുക. അതിനകത്തായിട്ട് ഗ്ലാസ് ബോട്ടിലിന് അനുയോജ്യമായിട്ടുള്ള ഇൻഡക്ഷൻ വാഡുകളാണ് നമ്മൾ ഇടേണ്ടത്. പല ടൈപ്പ് ഇൻഡക്ഷൻ വാഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ വാഡ് ഇതിൽ സ്റ്റിക്കാവില്ല. അപ്പോൾ ഗ്ലാസ് ബോട്ടിലിന് അനുയോജ്യമായിട്ടുള്ളത് മാർക്കറ്റിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കുക. അതിനെ ഇതുപോലെ ക്യാപ്പിനുള്ളിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് വെച്ച് അതിനെ ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. ഫുള്ളി ടൈറ്റ് ചെയ്യണം. ആ പ്രഷർ കുറവുണ്ടെങ്കിൽ അത് സ്റ്റിക്കാവില്ല. അപ്പോൾ അതുപോലെ നമുക്ക് 2 ക്യാപ്പിനകത്ത് നമുക്കിതുപോലെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ ക്യാപ്പിന് നന്നായി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയാണ്. അതിനുശേഷം ഈ ബോട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മുടെ ഹെഡിൻ്റെ ഹൈറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. വളരെ സിമ്പിളാണ്. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബോട്ടിലിൻ്റെ അതേ ഹൈറ്റ് വരുമ്പോൾ അതിൽ നിന്നൊരു 5 mm ഗ്യാപ്പാണ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ബോട്ടിൽ ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്ന സ്റ്റൈലിൽ ക്രമീകരിക്കുക. അതിനുശേഷം മെഷീൻ ഓൺ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ്സ് ഇവിടെ ഇൻഡക്ഷൻ കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, പ്രോപ്പറായി സ്റ്റിക്കായിട്ടുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് ക്യാപ്പ് ഉപയോഗിച്ച് ഇൻഡക്ഷൻ സീൽ ചെയ്തതിന് ശേഷം ക്യാപ്പ് റിമൂവ് ചെയ്ത് നമ്മൾക്ക് വരുന്ന മെറ്റൽ ക്യാപ്പിനെ രണ്ടാമത് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലാസ് ബോട്ടിൽസ് ഇൻഡക്ഷൻ സീൽ ചെയ്ത് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഡക്ഷൻ സീലറിൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടു, അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എങ്ങനെയാണ് ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽസിനകത്തും പെറ്റ് ബോട്ടിൽസിനകത്തും ഇൻഡക്ഷൻ സീല് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു. ഈ മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ഫില്ലേഴ്സ്, പേസ്റ്റ് ഫില്ലേഴ്സ്, ഇതിനകത്ത് കൊടുക്കാവുന്ന ബാച്ച് നമ്പർ പ്രിൻറ്റ് ചെയ്യാനുള്ള ബാച്ച് കോഡിംഗ് മെഷീൻസ്, ലേബിൾ സ്റ്റിക്ക് ചെയ്യാനുള്ള ലേബിളിംഗ് മെഷീൻസ് മുതലായ എല്ലാ പാക്കിംഗ് റിലേറ്റഡ് മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.